ഈശോ മിശിഹായുടെ തിരുപ്പിറവിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ജനനവും അതോടെ ബന്ധപ്പെട്ട ചില സംഭവങ്ങളും വലിയ ചില സന്ദേശങ്ങളും ദൈവത്തിൻ്റെ വെളിപാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് രക്ഷകൻ ലോകത്തിൽ പിറക്കാൻ പോകുന്നു എന്നുള്ള ആ സദ്വാർത്ത അറിയിക്കുവാൻ ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചത് കന്യകയായ ഒരു യുവതിയുടെ പക്കലേക്കാണ്. മറിയം എന്നു പേരുള്ള ആ കന്യകയുടെ പക്കലേക്കാണ്. കന്യകാത്വം പണ്ടേ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരുന്ന ഒരു യുവതിയായിരുന്നു മറിയം. ആ മറിയത്തോട് മാലാഖ പറയുകയാണ്, നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും. അപ്പോൾ മറിയത്തിന് സംശയം, ഇതെങ്ങനെയാണ്? കാരണം താൻ പുരുഷനെ അറിയാത്തവളാണ് എന്ന് പറഞ്ഞാൽ കന്യകാത്വം ദൈവത്തിന് സമർപ്പിച്ച് പ്രതിജ്ഞയെടുത്തിട്ടുള്ള ആളാണ്. മരണം വരെയും കന്യകയായി ജീവിച്ചുകൊള്ളാമെന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നയാളാണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് മറിയം ചോദിക്കുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം മാലാഖ നൽകുകയും ചെയ്യുന്നുണ്ട്. നിന്റെ കന്യകാത്വത്തിന് യാതൊരു ഭംഗവും ഉണ്ടാവുകയില്ല, പുരുഷനെ അറിയേണ്ട കാര്യമില്ല, ഗുഹാതകുരിശ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അങ്ങനെ നീ ഗർഭം ധരിക്കും. ഇവിടെ കന്യകയുടെ പക്കലേക്കാണ് ദൈവം സന്ദേശം അറിയിക്കുന്നത്, അല്ലെങ്കിൽ കന്യകയിൽ നിന്ന് പിറക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറിയം ദൈവത്തിനോട് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചയാളായിരുന്നു. ആ സമർപ്പണമാണ് അവിടെ സൂചിപ്പിക്കുക. ഈ ലോകത്തിൻ്റെതായ സന്തോഷത്തിലും സൗഭാഗ്യത്തിലും ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ ഹിതത്തിന് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു കന്യാമറിയം. ഈ സമർപ്പണത്തിൻ്റെ വലിയൊരു സന്ദേശം, ആ സമർപ്പണത്തെ ദൈവം എത്രമാത്രം മാനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ സമർപ്പണത്തിന് യാതൊരു ഭംഗവും വരാതെ തന്നെ ദൈവം തൻ്റെ പദ്ധതി മറിയത്തിലൂടെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി മറിയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം തൻ്റെ ഹിതം മാലാഖ വഴി അറിയിച്ചു കഴിഞ്ഞപ്പോൾ, എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ മറിയത്തിൻ്റെ പ്രത്യുത്തരം, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ അനുഭവിക്കട്ടെ. താനൊരു ദാസിയാണ് എന്ന് ഉള്ള അവിനീയത മനോഭാവം മറിയത്തിനുണ്ടായിരുന്നു. ഒരിക്കലും തന്നെ പറ്റി അഹങ്കരിച്ചിരുന്നില്ല. താൻ എന്തൊക്കെയോ ആണെന്ന് ഉള്ള ചിന്ത ഒരിക്കലും മറിയത്തിനുണ്ടായിരുന്നില്ല. ആ ദാസ്യ മനോഭാവം, ദാസിയുടേതായ വിനീതമായ ആ ഒരു മനോഭാവം, ദൈവത്തിൻ്റെ അമ്മയായി താൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും ആ മനോഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല. മറിയം സ്വയം വിശേഷിപ്പിക്കുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. ഈ വിനീതമായ ഈ വിനീതമായ അവസ്ഥ, വിനീതമായ ഹൃദയം, വിനയത്തിൻ്റെ ആ ഒരു സമ്പൂർണത സാധിക്കും. ആ വിനയത്തെയും ദൈവം ആദരിച്ചു, പരിഗണിച്ചു. അങ്ങനെ ഏറ്റവും താഴ്ന്നവളെന്ന് സ്വയം കരുതിയിരുന്ന ആ മറിയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യരൂപമെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതും മറ്റൊരു വലിയ സന്ദേശമാണ്. വിനീതമായ മനോഭാവത്തിൻ്റെ പ്രാധാന്യം, വിനയത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ, എളിമയുടെ മനോഭാവം, അത് ദൈവം ഏറെ ആദരിക്കുന്നു. ദൈവം തന്നെ അതുകൊണ്ടാണല്ലോ ഏറ്റവും എളിയ അവസ്ഥയിലേക്കാണ്, ആ കാര്യത്തൊഴുത്തിലേക്കാണ് ദൈവോത്തരം കടന്നു വന്നത്. അപ്പോൾ ഏറ്റവും എളിയ സാഹചര്യത്തിൽ ദൈവം സന്നിഹിതനാകുന്നു. അപ്പം നമ്മളിലൊക്കെ ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്താ? ദൈവത്തിന് പ്രീതികരമായ ഒരു മനോഭാവം എന്താണെന്ന് സൂചിപ്പിക്കുകയാണ് ഇതൊക്കെ. മറ്റൊരു കാര്യം, മറിയം യോസേപ്പുമായിട്ട് വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ആളാണ്. താമസിയാതെ നിയമാനുസൃതമായിട്ടുള്ള വിവാഹം നടക്കും. ഒരുമിച്ച് വസിക്കാൻ തുടങ്ങിയിട്ടില്ല. വിവാഹ വാഗ്ദാനം നടത്തി, പക്ഷേ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടില്ല യോസേപ്പും മറിയവും. അപ്പോൾ അതിനു മുമ്പ് തന്നെ മറിയം ഗർഭിണിയായി എന്ന് യോസേപ്പ് തിരിച്ചറിഞ്ഞു. അത് യോസേപ്പിനും വലിയ ഉണ്ടാക്കി. നമ്മൾ ചോദിക്കാം, മറിയം കന്യകാത്വം ദൈവത്തിന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിവാഹ വാഗ്ദാനം നടത്തിയത്? യോസേപ്പുമായിട്ട് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യോസേപ്പിനോടൊപ്പം വസിക്കാൻ എന്തുകൊണ്ടാണ് മറിയം തീരുമാനിച്ചത് എന്ന് ചോദിക്കാം. അത് അന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്ത്രീ, യഹൂദ സമുദായത്തിലെ ഒരു സ്ത്രീ അവിവാഹിതയായി നിൽക്കുക എന്ന് പറയുന്നത് ദൈവശാപമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. എല്ലാ സ്ത്രീകളും വിവാഹിതരാകണം, അങ്ങനെ ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ യോസേപ്പും വാസ്തവത്തിൽ മറിയത്തിൻ്റെ കന്യകാത്വം സംരക്ഷിക്കാൻ സാധിക്കുന്ന, അതിന് ഉറപ്പ് നൽകുന്ന, അതിനെ മാനിക്കുന്ന പുരുഷനുമായിട്ടാണ് വിവാഹദാനം നടത്തിയത്. യോസേപ്പും ബ്രഹ്മചാരിയായി ജീവിക്കാൻ ആഗ്രഹിച്ചയാളാണ്. അപ്പോൾ ആ ഒരു ധാരണയിലായിരുന്നു ഇവർ രണ്ടുപേരും. മറിയം വിവാഹിതയാകാതെ ഇപ്രകാരം
ദൈവപുത്രനെ ഗർഭം ധരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അന്നത്തെ സാഹചര്യത്തിൽ വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീ പുരുഷനെ തനിച്ച് ഇങ്ങനെ ഗർഭിണിയായിട്ട് കഴിയുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. കാരണം അത് ആളുകളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. അതറിഞ്ഞാൽ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. ആ നിയമത്തിൽ നിന്ന് ഒരു മോചനവുമില്ല. അപ്പോൾ മറിയത്തിൻ്റെ സംരക്ഷണം, സുരക്ഷിതത്വം അതൊക്കെ ഉറപ്പാക്കുന്ന ഒരു പുരുഷനെ ദൈവത്തിന് ആവശ്യമായിരുന്നു. അപ്പോൾ നിയമാനുസൃതമായ വിവാഹം കഴിക്കുകയും ഒരുമിച്ച് കഴിയുകയും എന്നാൽ കന്യകാത്വം, ബ്രഹ്മചര്യം ലംഘിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന, ബ്രഹ്മചര്യത്തെ, കന്യകാത്വത്തെ ആദരിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും, അങ്ങനെയുള്ള ഒരു ദാമ്പത്യത്തെ ദൈവം ആഗ്രഹിച്ചു. അതിന് പറ്റിയ ആളായിട്ട് ദൈവം കണ്ടെത്തിയ ആളാണ് യോസേപ്പ്. യോസേപ്പിനും സംശയമുണ്ടായപ്പോൾ അതിന് വ്യക്തത വരുത്തി ദൈവം. യോസേപ്പിന് ബോധ്യമായി. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിച്ചു. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നു, ആ യോസേപ്പും നീതിമാനായിരുന്നു, വിശ്വസ്തനായിരുന്നു. മറിയത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു പുരുഷനാണ് എന്ന് ദൈവം തിരിച്ചറിഞ്ഞു. മറിയത്തിന് യാതൊരു കളങ്കവും വരുത്താതെ അവളുടെ സമർപ്പണത്തെ സംരക്ഷിക്കുന്ന, അതിനെ ആദരിക്കുന്ന, അവൾക്കെല്ലാവരും സംരക്ഷണവും നൽകുന്ന, അവളിൽ നിന്ന് ജനിക്കുന്ന ദൈവപുത്രന് ഒരു വളർത്തുപിതാവായിട്ട് വിശ്വസ്തയോടെ തന്നെ സമർപ്പിക്കുന്ന ഒരു പുരുഷൻ, ആ പുരുഷനെയാണ് യോസേപ്പിൽ ദൈവം കണ്ടെത്തിയത്. അങ്ങനെ യോസേപ്പും മറിയവും ഈശോയുടെ ജനനം. അപ്പോൾ യോസേപ്പിനെ നീതിമാനെന്ന് വിളിക്കുന്നു. നീതിമാനായിരുന്നു യോസേപ്പ് മറിയത്തെ ഒരിക്കലും വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഒരു ദാമ്പത്യം, ഇതൊക്കെ നമുക്ക് വലിയ മാതൃകകളാണ്. ഇപ്പോൾ ദൈവം ഇതിനെയൊക്കെ എന്തുമാത്രം മാനിക്കുന്നു, ആദരിക്കുന്നു എന്നാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇനിയും മറ്റൊരു കാര്യം, ഈ വാർത്ത ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ, ബെത്ലഹേമിൽ ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ വാർത്ത ആദ്യമായിട്ട് അറിയിക്കപ്പെടുന്നത് ആട്ടിടയന്മാർക്കാണ്. ഈ ആട്ടിടയന്മാരെ കുറിച്ച് യഹൂദ സമുദായത്തിന് ഒരു പുച്ഛമായിരുന്നു. കാരണം അവർ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല. അവരിങ്ങനെ ആടുകളുടെ പുറകെ ഇങ്ങനെ നടക്കുക, രാവും പകരും ആടുകളുടെ പുറകെ പോകുന്നു. അവർക്ക് ദേഹശുദ്ധി പോലും വരുത്താൻ പലപ്പോഴും സാധിക്കുന്നില്ല. യഹൂദ നിയമം അനുസരിച്ച് അതൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോഴേക്കും കൈ കഴുകുന്ന കാര്യം, ഇതിങ്ങനെയൊക്കെ ഒത്തിരി നിയമത്തിന് നൂലാമാലുകളുണ്ട്. ഇവയെല്ലാം സംരക്ഷിച്ചെങ്കിൽ അവർ ആദരിക്കപ്പെടുകയും. എന്നാൽ ഈ ആട്ടിടയന്മാർക്ക് ഇതൊന്നും സാധിക്കുമായിരുന്നില്ല. അവരെപ്പോഴും ആടുകളുടെ കൂടെ നടക്കണം, രാവും പകലും നടക്കണം, ആടുകളുടെ കൂടെ വസിക്കണം. അവർ അന്തി ഉറങ്ങുന്നതൊക്കെ ഈ ആടുകളുടെ കൂടെയാണ്. അങ്ങനെയുള്ള ഈ ആട്ടിടയന്മാർ നിയമം പാലിക്കാത്ത ഒരു സമൂഹം എന്ന നിലയിൽ യഹൂദരെ കരുതിയിരുന്നു. ഈ ആടുകളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ജീവൻ അർപ്പിക്കാൻ പോലും തയ്യാറായിരുന്നു. വന്യമൃഗങ്ങളുടെ, ചെന്നായ്ക്കളുടെയൊക്കെ പിടിയിൽ ഈ ആടുകളെ സംരക്ഷിച്ചു പോന്നു. ആടുകളും ഈ ആട്ടിടയന്മാർ തമ്മിൽ വലിയൊരു ഹൃദയബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്ന വിനീതരായ ആൾക്കാർ, അവർക്കാണ് ഈ സദ്വാർത്ത, ലോകത്തിന് മുഴുവൻ സന്തോഷകരമായ ഈ രക്ഷയുടെ സദ്വാർത്ത അറിയുവാൻ ആദ്യമായി ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ അതായത് ഈശോ ജനിച്ചു, രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവരാണ് ആദ്യമായിട്ട് അറിഞ്ഞത്. അപ്പോൾ ആ ആട്ടിടയന്മാരുടെ മനോഭാവം, അവരുടെ ആ വിനീത അവസ്ഥ, അവർ ചോദ്യം ചെയ്യാതെ ഈ വാർത്ത കിട്ടിയപ്പോൾ ബേത്ലഹേമിലേക്ക് തിരിക്കുകയാണ്. ആ ഉണ്ണിയെ കാണാനായിട്ട് അവർ കണ്ടു, സന്തോഷിച്ചു. അങ്ങനെ ആനന്ദിച്ച് അവർ തിരിച്ചു പോരുമ്പോൾ അവരെല്ലാവരോടും ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. വാസ്തവത്തിൽ ഈശോയുടെ ജനന വാർത്ത, ആ സദ്വാർത്ത, ആ ഗോസ്പൽ, ആ സുവിശേഷം ഈ ആട്ടിടയന്മാരായിരിക്കും ആദ്യമായി മറ്റുള്ളവരെ അറിയിക്കുന്നത്. ആദ്യത്തെ സുവിശേഷ പ്രഘോഷകരായിരിക്കാം അവർ. അപ്പോൾ അവരുടെ വിനീതമായ അവസ്ഥയെയും അവരുടെ നിഷ്കളങ്കതയെയും അവരുടെ ത്യാഗബുദ്ധിയെയും അവരുടെ ആ ദൗത്യത്തിൽ അവർ പ്രകടിപ്പിച്ച ആ വിശ്വസ്തതയെയും ആ സ്നേഹത്തിൻ്റെ, ആടുകളോടുള്ള സ്നേഹം, അതൊക്കെ ദൈവം മാനിക്കുന്നു, ആദരിക്കുന്നു. നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ജോലിയിൽ വിശ്വസ്ത പാലിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയും നമ്മൾ ചിന്തിക്കുമ്പോൾ പൂജരാജാക്കന്മാർ, അവർ ഈശോയെ കാണാൻ വേണ്ടി, രക്ഷകനെ കാണാൻ വേണ്ടി അവരും ഇറങ്ങിത്തിരിച്ചു. അവർ ജ്ഞാനികൾ എന്നാണ് അറിയപ്പെടുക. ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ വെറും സാധാരണ അറിവല്ല, ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ സാഹചര്യങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കുന്നവരാണ് ജ്ഞാനികൾ. ദൈവിക ജ്ഞാനമാണ് അവർക്കുണ്ടായത്. ദൈവത്തിൻ്റെ വെളിപാടിലൂടെ ലഭിച്ച ജ്ഞാനം, ആ വെളിപാടിനുള്ള പ്രത്യുത്തരം, അങ്ങനെ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന സൂചനകളിൽ നിന്നൊക്കെ മനസ്സിലാക്കി അതെവിടെയായിരിക്കും എന്ന് അന്വേഷിച്ച് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് അവസാനം അവരെ നേരായ പദയിലൂടെ തന്നെയാണ് വരുന്നത്. അവർക്ക് വഴി കാണിക്കാൻ നക്ഷത്രമുണ്ടായിരുന്നു. കാരണം അത് അവരുടെ ജ്ഞാനത്തിൻ്റെ ഫലമാണ്. പുരുഷൻ അവരുടെ ജ്ഞാനത്തിൻ്റെ ഒരു അടയാളമാണ് ആ നക്ഷത്രം എന്ന് പറയുന്നത്. ദൈവം അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ ബേത്ലഹേമിലെത്തുകയാണ്. അവരെ കാഴ്ചവസ്തുക്കളുമായിട്ടാണ് വരുന്നത്. അവരുടെ ആ വിശ്വാസം ആഴമായിരുന്നു, വെറും സംശയമായിരുന്നില്ല. അവർക്ക് രക്ഷകൻ പിറന്നിട്ടുണ്ടെന്ന് അവർക്ക് നിശ്ചയമായിരുന്നു. രക്ഷകൻ പിറന്നിട്ടുണ്ട്,
പക്ഷെ എവിടെയാണെന്ന് കണ്ടെത്തണം. ആ രക്ഷകൻ സാധാരണ ഒരു വ്യക്തിയല്ല, സാധാരണ ഒരു രാജകുമാരനല്ല. അപ്പം അതുകൊണ്ടാണ് അവർ ആ കാഴ്ചവസ്തുക്കളുമായിട്ട് കരുതി വരുന്നത്. അങ്ങനെ 3 രാജാക്കന്മാർ, 3 ജ്ഞാനികൾ 3 കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുകയാണ്. സ്വർണം രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു, മീറ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു, കുന്തിരിക്കം ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. കാരണം കുന്തിരിക്കം ഉപയോഗിക്കുന്നത് ദൈവാരാധനയ്ക്കാണ്, ദൈവത്വമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. മീറാൻ മൃതദേഹങ്ങളിലും മറ്റും പൂശുന്ന സുഗന്ധ വസ്തുവാണ്. അത് ത്യാഗം, സാക്രിഫൈസ്, സമർപ്പണം, ഈശോയുടെ മനുഷ്യത്വത്തെ അത് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഈശോയുടെ ആ വ്യക്തിത്വം, ആ ശിശുവിൽ ഒരു ദൈവത്തെ, ഒരു രക്ഷകനെ ഒക്കെ തിരിച്ചറിഞ്ഞു. അതും ദാവീദിൻ്റെ പുത്രനായിട്ട് ദാവീദിൻ്റെ നഗരത്തിൽ ജനിച്ച വ്യക്തി, രാജപുത്രനാണ്. ആ ഈശോയുടെ രാജ്യത്വം ഇതെല്ലാം അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന കാഴ്ചകളാണ് ആ രാജാക്കന്മാർ, ആ ജ്ഞാനികൾ സമർപ്പിച്ചത്. ഇതൊക്കെയാണ് നമുക്ക് ക്രിസ്മസിലൂടെ ഈ ലഭിക്കുന്ന വലിയ സന്ദേശങ്ങൾ. ആ ഒരു ചൈതന്യം നമ്മൾ ആഘോഷങ്ങളിലൊക്കെ ആ ഒരു ചൈതന്യമാണ് ഉൾക്കൊള്ളേണ്ടത്. ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും ഈ ചൈതന്യത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് തോന്നിപ്പോകാറുണ്ട്. ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മിക്കയിടങ്ങളിലും ഏറ്റവും വലിയ ഒരു ആഘോഷ പരിപാടി എന്ന നിലയിൽ ചില മെഗാ ഷോകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട താരം ക്രിസ്മസ് പപ്പ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകമായ വേഷവിധാനങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ ആ ഒരു ക്രിസ്മസ് പപ്പായുടെ ഡാൻസും അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെയാണ്. അതൊക്കെ വലിയ മെഗാ ഷോകളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്, ആളുകളെ ആകർഷിക്കാൻ വേണ്ടി. പക്ഷെ അവിടെയൊന്നും യഥാർത്ഥ സന്ദേശം നൽകപ്പെടുന്നുണ്ടോ എന്ന് സംശയമാണ്. എനിക്ക് ഈയിടെ ഒരു ക്രിസ്മസ് കാർഡ് കിട്ടി. ആ ക്രിസ്മസ് കാർഡിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ക്രിസ്മസ് കാർഡിൻ്റെ താരം ക്രിസ്മസ് പപ്പായാണ്. ഇങ്ങനെയൊരു ചിത്രം, മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ മറിച്ച് നോക്കി, ഈശോയുടെ എങ്ങാനും ഒരു രൂപം പടം ഇതിനകത്തുണ്ടോ? ഒന്നും കാണുന്നില്ല. അകത്തും ക്രിസ്മസ് പപ്പായാണ്, പുറത്തും ക്രിസ്മസ് പപ്പായാണ്, കാർഡ് മുഴുവൻ ക്രിസ്മസ് പപ്പായാണ്. ഈശോയില്ല, മറിയമില്ല, യൂസേപ്പില്ല, പുൽക്കൂടില്ല, ഒന്നുമില്ല. ഇനി ഈ ക്രിസ്മസ് പപ്പ എന്ന് പറയുന്ന ആൾ തന്നെ വലിയൊരു വിശുദ്ധരായിരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ തനിക്കുള്ളതെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്ത് ജീവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു ബിഷപ്പായിരുന്നു. അതേ വിശുദ്ധനായി. അതുപോലെ തന്നെ ഇന്ന് നമ്മൾക്ക് പണ്ടൊക്കെ ക്രിസ്മസ് ക്രിബുകൾ ഉണ്ടാക്കുമായിരുന്നു. അതിന് ലാളിത്യം. ഈശോ കാര്യത്തൊഴുത്തിലാണ് പറഞ്ഞത്. ഈശോ പറക്കാൻ വേറെ ഏതെല്ലാം സ്ഥലങ്ങളുണ്ടായിരുന്നു. എത്രയോ കൊട്ടാരങ്ങൾ ഈശോയ്ക്ക് വേണ്ടി തുറന്നു കിട്ടുമായിരുന്നു. ദൈവത്തിനും വരാൻ ജനിക്കാൻ ആഗ്രഹിക്കുന്നു പറയുകയാണെങ്കിൽ എത്രയോ രാജകൊട്ടാരങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തുറന്നു കൊടുക്കാൻ ആൾക്കാരുണ്ടാകുമായിരുന്നു. ദൈവം മലാഹമാരെ അയച്ച് ഏറ്റവും ഉചിതമായ സ്ഥലം കണ്ടെത്താൻ പറഞ്ഞാൽ അവർക്ക് ഏറ്റവും 5 സ്റ്റാർ ഗ്രേഡിലുള്ള ധാരാളം സ്ഥലങ്ങൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് കാലിത്തൊഴുത്താണ്. ആ തിരഞ്ഞെടുപ്പോൾ അതോടൊപ്പം തന്നെ മനുഷ്യൻ ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഒരു മനോഭാവം അതിനകത്തുണ്ട്. ഏതായാലും ദൈവോത്തരം ജനിച്ചത്, രക്ഷകൻ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. ഇന്ന് ക്രിബുകൾ എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ട്. ക്രിബ് മത്സരം നടത്താറുണ്ട്. മത്സരം നടത്തി ഏറ്റവും നല്ല ക്രിബിന് സമ്മാനം കൊടുക്കാറുണ്ട്. നമ്മൾ ഏത് മാനദണ്ഡമാണ് ഉപയോഗിക്കുക? ഏറ്റവും ഹൈടെക്കായിട്ട്, വളരെ ആകർഷകമായിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്ന ക്രിബുകൾക്കായിരിക്കും സമ്മാനം കിട്ടുക. അവിടെയും നമ്മുടെ മനോഭാവങ്ങളിലുണ്ടായ മാറ്റങ്ങളായതൊക്കെ. ദരിദ്രമായ ഒരവസ്ഥയിൽ ആയിരിക്കുവാൻ നമ്മളാരും ആഗ്രഹിക്കാറില്ല. നമുക്ക് കുറേ വീടുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട, ഏറ്റവും സൗകര്യങ്ങളുള്ള വീടായി നമ്മൾ തിരഞ്ഞെടുക്കുക. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് ഏറ്റവും സൗകര്യമില്ലാത്ത, സ്വന്തം അവകാശപ്പെടാൻ പോലും സാധിക്കാത്ത ഒരു വഴിയോരം തൻ്റെ വീടായിട്ട്, തൻ്റെ ജനിച്ചു വീഴുന്ന തൻ്റെ ജന്മഗ്രഹമായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇതും വലിയ സന്ദേശമാണ് നൽകുക. ഇന്നത്തെ ആഡംബര ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. വലിയ കൊട്ടാര സദൃശമായ വീടുകളുമൊക്കെ ഉണ്ടാക്കി താമസിക്കാൻ പോലും ആളില്ലാതെ കിടക്കുന്ന എത്രയോ ഭവനങ്ങളാണുള്ളത്. അതേസമയം തലചായ്ക്കാൻ ഇടമില്ലാതെ കഴിയുന്ന എത്രയോ ആൾക്കാർ. അതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം സൗകര്യങ്ങളും സുഖവും ആഡംബരവും എല്ലാം അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ. അവരുടെ മുമ്പിൽ ഓരോ ക്രിസ്മസും വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ
ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവം നൽകുന്ന സന്ദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അത് ആ ചൈതന്യം ഉൾക്കൊള്ളാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഈശോ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം മറക്കരുത്. ഈശോ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് നമ്മുടെ ഹൃദയം തന്നെയാണ്. പക്ഷേ ആ ഹൃദയത്തിൽ വിനീത ഭാവം ഉണ്ടാകണം. മറിയത്തിൻ്റേതുപോലുള്ള വിനീത ഭാവം, സ്വയം സമർപ്പിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. വിശുദ്ധിയിൽ അത് സംരക്ഷിക്കപ്പെടണം. മറിയത്തെപ്പോലെ യോസേപ്പിനെ പോലെ ആ വിശുദ്ധി സംരക്ഷിക്കുവാൻ, നീതി പുലർത്തുവാൻ, വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു ഹൃദയമാണ് ശരിക്കും അലങ്കരിക്കപ്പെട്ട ഹൃദയം. സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ഒക്കെ വിളക്കുകളാണ് അവിടെ തെളിയേണ്ടത്. അതിനു മാത്രമേ നമ്മുടെ ഹൃദയത്തെ ശരിക്കും പ്രകാശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയായിരിക്കും ദൈവത്വം ജനിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോ ജനിക്കാൻ ഇടയാകത്തക്ക രീതിയിൽ ഹൃദയത്തെ നമുക്ക് ഈ ആത്മീയ നന്മകളാൽ അലങ്കരിക്കാൻ ശ്രമിക്കാം. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നല്ലൊരു ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു, അനുഗ്രഹങ്ങൾ നേരുന്നു. തുടർന്ന് നല്ലൊരു പുതുവർഷവും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആശംസിക്കുകയും ചെയ്യും. ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ഒക്കെ വിളക്കുകളാണ് അവിടെ തെളിയേണ്ടത്. അതിനു മാത്രമേ നമ്മുടെ ഹൃദയത്തെ ശരിക്കും പ്രകാശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയായിരിക്കും ദൈവത്വം ജനിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോ ജനിക്കാൻ ഇടയാകത്തക്ക രീതിയിൽ ഹൃദയത്തെ നമുക്ക് ഈ ആത്മീയ നന്മകളാൽ അലങ്കരിക്കാൻ ശ്രമിക്കാം. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നല്ലൊരു ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു, അനുഗ്രഹങ്ങൾ നേരുന്നു. തുടർന്ന് നല്ലൊരു പുതുവർഷവും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു.